അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ കിച്ചൻ്റെ അവസ്ഥ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്നായിരുന്നു ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ വലിയൊരു മഴയൊക്കെ കഴിഞ്ഞ് ഓടിക്കൂടെ വെള്ളത്തുള്ളി ചാടിക്കൊണ്ടിരിക്കുക. നല്ലൊരു കാഴ്ചയല്ലേ. പിന്നെ മുറ്റത്തേക്ക് നോക്കിയപ്പോഴോ മുറ്റത്താണെങ്കിൽ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് ചെളിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കാം. എന്നാലും നമ്മുടെ ദൗത്യം അടുക്കള ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം തന്നെ അടുക്കളയിലേക്ക് വന്നു. ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ ഇതൊരു പണ്ടത്തെ വീടാട്ടോ. പണ്ടത്തെ വീടെന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഓട് മേഞ്ഞതാണ്. ചെറിയ ചോർച്ചയൊക്കെ ഉണ്ട്. പിന്നെ അടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഭയങ്കര പോങ്കരിയൊക്കെ വന്ന് പെയിൻ്റൊക്കെ പോയി പോങ്കരി, അതാണ് ഈ കളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്ലീൻ ചെയ്താലും എത്ര ക്ലീൻ ചെയ്താലും നിങ്ങൾക്ക് വലിയ വൃത്തിയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് വാഷ് ബേസിനിലേക്ക് മാറ്റാം. ഇത് കുറച്ച് ഒന്ന് പുട്ടുണ്ടാക്കിയതിൻ്റെ ബാലൻസ് വന്ന പുട്ടുപൊടി, രാവിലത്തെ കറികളുടെ ബാലൻസ് വന്നത്, അതൊക്കെ വെറുതെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ ആ പാത്രങ്ങളെല്ലാം കഴുകാൻ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2 വയസ്സായ കുഞ്ഞുണ്ട്. അവൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കിച്ചൺ ക്ലീനിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.